വിവരങ്ങളുമായി ന്യൂസ് നിന്ന് പി കെ രാജേഷിലേക്ക്. ആദ്യം രാജേഷ്, ഇന്തോനേഷ്യയിലെ ആക്സി ദ്വീപിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. കഴിഞ്ഞ സുനാമി ഉണ്ടായ സമയത്ത് 1,70,000 പേർ മരിച്ച സ്ഥലമാണിത്. ഇവിടെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമായിരിക്കുന്നു. വലിയ ആശങ്കയ്ക്ക് ഇടയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെ വിവരങ്ങൾ അറിയാനായി? സ്മൃതി, പ്രത്യേകിച്ചും വടക്കൻ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഇത്തവണ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് സുനാമി സാധ്യതയിലേക്ക് കടന്നുപോയ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കേണ്ടി വരും. ഇത് കടലിൽ നിന്ന് ഏതാണ്ട് 33 കിലോമീറ്റർ അടിയിലാണ് ഈ ഭൂകമ്പം ഉണ്ടായിട്ടുള്ള പ്രഭവ കേന്ദ്രം ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് ആച്ചിയുടെ കേന്ദ്രത്തിൽ നിന്നും 500 കിലോമീറ്റർ അകലെയുള്ള സ്ഥലമാണ്. ഈ കടലിന് അടിയിലാണ് ഈ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളത്. വലിയ തോതിലുള്ള ഭൂകമ്പം 8.7 രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായാൽ ഒരു സുനാമിക്കുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. അതുതന്നെയാണ് എല്ലാ ഏജൻസികളും, പ്രത്യേകിച്ച് US ഏജൻസി ഉൾപ്പെടെയുള്ളവരും സുനാമി മുന്നറിയിപ്പിലേക്ക് കൊണ്ടുപോയത്. ഏതാണ്ട് 7 മുകളിൽ റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് സുനാമിയിലേക്ക് പോകും. കഴിഞ്ഞ 2004 അത് 9.1 രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായപ്പോൾ വലിയ തോതിലുള്ള സുനാമിയിലേക്ക് പോയിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് വലിയ തോതിലുള്ള സുനാമി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വരുന്നു. അത് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ ഉണ്ടായ ഭൂചലനം ഏതാണ്ട് 10 മിനിറ്റോളം നീണ്ടു നിന്ന ഭൂചലനമായിരുന്നു ഉണ്ടായത്. എന്നാൽ ഇത്തവണത്തെ ഭൂചലനം ഏതാണ്ട് 5 മിനിറ്റോളം നീണ്ടു നിന്നുള്ളൂ എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രാഥമിക വിവരം. ഈ കടലിൽ അടിയിലുണ്ടായ ഈ ഭൂചലനമാണ് സുനാമിയിലേക്ക് നയിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് ഏതാണ്ട് 1845 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ആശങ്കയിലേക്ക് വലിച്ചിഴക്കുന്നത്. പ്രത്യേകിച്ച് സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യ, ഇന്ത്യ ഉൾപ്പെടുന്ന മേഖലകളിലാണ് വലിയ തോതിൽ ഭൂചലനമുണ്ടായ മറ്റു മേഖലകൾ. ഏതാണ്ട് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് പൂർണ്ണമായും ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായി. ഈ ഭൂചലനം കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ അനുഭവപ്പെട്ടു. 28 രാജ്യങ്ങളിൽ ഇതോടെ ഭൂചലന സാധ്യതകൾ, അതുപോലെ സുനാമി സാധ്യതകൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോഴും 28 രാജ്യങ്ങൾക്ക് സുനാമി മുന്നറിയിപ്പുണ്ടോ? കാരണം ഈ ഭൂകമ്പം തുടങ്ങിയ